ചാലക്കുടി സ്വദേശി ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ പ്രതി നാരായണദാസ് ബംഗളൂരുവിലെന്ന വിവരം. പ്രതി നാരായണദാസിനെ എറണാകുളത്തെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ഷീല സണ്ണിയുടെ മകൻ സംഗീത് എന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. നാരായണദാസിന്റെ ഒളിയിടം സംബന്ധിച്ച് നിർണായക വിവരം എക്സൈസിന് ലഭിച്ചു എന്ന് തന്നെയാണ് വിവരം വരുന്നത്. അതേസമയം മനുഷ്യാവകാശ ലംഘനമാണ് നേരിട്ടതെന്നും സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും ഷീല സണ്ണി 24-നോട് പറഞ്ഞു. സമാനതകളില്ലാത്ത ദുരിതവും മാനഹാനി നേരിട്ട സംഭവത്തിൽ കേസ് വ്യാജമാണെന്ന് അറിഞ്ഞിട്ടും എക്സൈസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നുവെന്ന് ആരോപിച്ച് ഷീല സണ്ണി രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് എക്സൈസ് ക്രൈംബ്രാഞ്ചിൽ ലഭിച്ച നിർണായക വിവരം. പ്രതി നാരായണദാസിന്റെ ബാംഗ്ലൂരിലെ ഒളിയിടം സംബന്ധിച്ച വിവരമാണ് എക്സൈസിന് ലഭിച്ചത്. പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഷീല സണ്ണിയുടെ മകൻ സംഗീതാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ചുവന്ന കാറിൽ വീട്ടിൽ നിന്നും നാരായണദാസ് സംഗീതിനൊപ്പം പോകുന്ന നിർണായക ദൃശ്യങ്ങളാണ് ലഭിച്ചത്. എരൂരിലെ വീട്ടിൽ എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. ഉടൻ അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. അതേസമയം കടുത്ത മനുഷ്യാവകാശ ലംഘനം നേരിട്ട കേസിൽ സർക്കാരിൽ നിന്ന് 72 ലക്ഷം രൂപ ഷീല സണ്ണി നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടു. എന്നെ ഈ കേസിൽ കൊടുക്കുക പറഞ്ഞെങ്കിൽ അതിന്റെ പിന്നില് നല്ല എന്തോ ഉദ്യോഗസ്ഥർ അവർക്ക് നല്ല പങ്കുണ്ട്. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 32 ദിവസം പറ്റെങ്കിൽ എന്റെ ജീവിതം അത് ഞാൻ അനുഭവിച്ച വേദന എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. കള്ളക്കേസിൽ കുടിക്കെതിരെ പിന്നിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഉണ്ടെന്നും ഷീല സണ്ണി 24-നോട് പറഞ്ഞു. വ്യാജ ലഹരിമരുന്ന് കേസിൽ 72 ദിവസമാണ് ഷീല സണ്ണി ജയിൽവാസം അനുഭവിച്ചത്. 24 കൊച്ചി.